അതുകൊണ്ടാണല്ലോ ചിലർ കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പം ചിലരോട് പറയും, ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുത്. എന്തൊക്കെ ഒരു വർത്താനങ്ങളായത്! ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്ത് കാണാൻ ഈ വരണ്ട. കുടുംബക്കാരോടും മക്കളോടും വാപ്പാര് കൊടുക്കുന്ന ഉപദേശങ്ങളാ. വാശി കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരില്ലേ? ഇപ്പോഴും നെഞ്ചിന്റെ ഉള്ളിൽ പകയും വെറുപ്പും ദേഷ്യവും കൊണ്ടു നടക്കുന്നവരില്ലേ? മുഖത്തോട് മുഖം നോക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ, എന്തിന് നേർക്ക് നേരെ നടന്നു വരുന്നുണ്ടെന്ന് കണ്ടാൽ പോലും തലകുനിച്ച് കാർക്കിച്ചു തുപ്പി തിരിഞ്ഞു നടക്കുന്നവര് മുസ്ലിം കുടുംബങ്ങളിലില്ലേ, കൂട്ടത്തിലില്ലേ? 5 വക്ത് നമസ്കരിക്കുന്ന മുസൽമാൻ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോകാനുള്ളവരാണെന്ന് 100% ബോധ്യപ്പെട്ട മുസൽമാൻ എത്ര കുടുംബങ്ങളാ ആയുസ്സിൽ കുടുംബത്തിന്റെ ബന്ധത്തിന്റെ മുറിയൽ കണ്ടിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ ഭർത്താവിനോട് ചേർന്ന് നിന്ന്, ഇക്ക നാളെ പടച്ചോന്റെ കബറിൽ നിങ്ങളൊറ്റക്കാണ്, കൂട്ടിന് ഞാൻ പോലും ഉണ്ടാവൂല, അതുകൊണ്ട് കാരണവരുമായിട്ടൊന്ന് നന്നാവണം, പെങ്ങളുമായിട്ടൊന്ന് നന്നാവണം, മോളെ കെട്ടിയ വീട്ടുകാരുമായിട്ടൊന്ന് നന്നാവണം, മോൻ കെട്ടിയ വീട്ടുകാരിയായിട്ടൊന്ന് നന്നാവണം പറഞ്ഞിട്ടുണ്ടോ ഉമ്മാരെ ഏതെങ്കിലും ഭർത്താക്കന്മാരോട്? എത്രയെത്ര ബന്ധങ്ങളാ ഇന്ന് അലോഗ്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിലര് ജാഹിലിയത്ത് തന്നെയാ. അങ്ങനെയാ കുടുംബത്തിലെ ചില ആളുകൾക്ക് ജാഹിലിയത്തൊന്ന് മനസ്സൊന്നു പോകാത്തവരുണ്ട്. എന്താ ജാഹിലിയത്ത്? അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവളുടെ മകനെ എന്നൊന്ന് വിളിച്ചു. ഒരു വർഗവെറി, ഒരു വർണ്ണവെറി. കറുത്തവളുടെ മകനെ എന്ന് കറുത്ത കാപ്പിരി വർഗത്തിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ വിളി കേട്ടപ്പം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ഒന്ന് തൊടുത്തു, കണ്ണ് നിറഞ്ഞു. പക്ഷെ തിരിച്ചു വിളിച്ചില്ല. വിളിച്ചുപോയ അബൂദറിന് കാര്യം ബോധ്യപ്പെട്ടു. ഇതേപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു അടിമയെ ശകാരിക്കുന്നത് കണ്ടപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അബൂദറേ, താങ്കളെ മനസ്സിന്ന് ജാഹിലിയത്ത് പോയിട്ടില്ലല്ലേ? തറവാടിന്റെ പോരിശയും കുടുംബത്തിന്റെ പവറും പറഞ്ഞ് താങ്കൾ ജനങ്ങളെ വേർതിരിച്ച് കാണുകയല്ലേ? ഇന്നങ്ങനുണ്ട് കുടുംബത്തില്. ചിലർക്ക് സംസാരിക്കണേ, ചില തറവാട്ടുകാരെന്നെ വേണം. അത്യാവശ്യം കല്യാണ രംഗത്തൊക്കെ തറവാടിന്റെ പോരിശങ്ങോട്ട് ഒത്തു വന്നിട്ടില്ലെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് തുടങ്ങും ആ വേർതിരിവ് കാണിക്കാൻ. എല്ലാ മുസ്ലിമീങ്ങളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ചില മക്കളെ കെട്ടിക്കൊണ്ടോയ വീട്ടിലേക്കൊക്കെ ചില വാപ്പാർക്ക് ചെന്ന് സംസാരിക്കണേ, ഓച്ചാഞ്ച് നിൽക്കണം. പല കുടുംബത്തിലുള്ള സ്വഭാവങ്ങളാ. അത്യാവശ്യം മോളെ കെട്ടിയ പൊരക്കാർക്ക് കുറച്ച് പൈസ കൂടിപ്പോയി. പെണ്ണ് കാണാൻ വരുമ്പോ പറഞ്ഞത് എന്താ? ഞാളൊന്നും നോക്കുന്നില്ല. പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ എന്താ? പൈസ ഞങ്ങൾ വാങ്ങലെന്നല്ല, സ്ത്രീധനം ഞങ്ങൾക്കെതിരാ. പക്ഷെ കയറി വരുന്ന മോൻ കെട്ടിയ വീട്ടുകാരുടെ മുൻപിൽ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിച്ച് ക്ഷണത്തിൽ പോലും പുഞ്ചിരിയിൽ പോലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. ബന്ധം 2 കോലത്തിൽ പ്രകടിപ്പിക്കുന്നവര് ഇതാണിലുണ്ട്, പെണ്ണിലുണ്ട്, കുടുംബക്കാരിലുണ്ട്. അതുകൊണ്ടാണല്ലോ ജാഹിലിയത്ത് മനസ്സിലുള്ളവരാ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിക്കുക, അവനാന്റെ വലുപ്പം കാണിക്കുക. എന്ന് ചിലർക്ക് ബന്ധം മുറിയാനുള്ള കാരണത ഒരു കിബിർ, ഒരു വല്ലാത്തൊരു അഹങ്കാരം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു വാക്കുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതാറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, ഒരേ രക്തമുള്ള മനുഷ്യ, ഒരേ അടിമയായ മനുഷ്യ, ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടിയായ മനുഷ്യ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ. പണമുള്ളവന് ഒരു വാപ്പയേയുള്ളൂ, പണമില്ലാത്തവർക്കും ഒരു വാപ്പയേയുള്ളൂ, സൗന്ദര്യമുള്ളവൾക്കും ഒരു ഉമ്മയേയുള്ളൂ, കറുത്തവൾക്കും ഒരു ഉമ്മയേയുള്ളൂ. 2 വാപ്പയും 2 ഉമ്മയും ലോകത്തൊരാണിനും പെണ്ണിനും പടച്ച റബ്ബ് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാലോചിച്ചു നോക്കിങ്ങൾ. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ എളാപ്പ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ എന്ന ഉമ്മയാ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഉമ്മ ഫാത്തിമ ഉമ്മ, അബൂ ത്വാലിബിന്റെ ഭാര്യ. ആ അബൂ ത്വാലിബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ ഹബീബിനെ 6-ാം വയസ്സിൽ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഒരു മകനെ പോലെ ഇടക്കിടക്കല്ല പല സമയത്തും ഫാത്തിമ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിനെ പരിചരിക്കും. റസൂലുള്ളാഹിനെ അവര് നോക്കും, ഭക്ഷണം കൊടുക്കും. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഫാത്തിമ ഉമ്മ മരിക്കുന്ന അന്ന് സംഭവിച്ച ചില കാഴ്ചകൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ ഉമ്മ മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാന്റെ മയ്യത്തെടുത്ത് മറമാടാൻ കൊണ്ടുപോവുക. സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് 6 വയസ്സേ ഉള്ളൂ. പക്ഷെ ഫാത്തിമ ഉമ്മ മരിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് നല്ല മെയ്ക്കരുത്തുണ്ട്. ആ മയ്യത്തും എടുത്ത് റസൂലുള്ളാഹ് മയ്യത്തിന്റെ കട്ടിലിന്റെ ഒരു ഓരം പിടിച്ച്, ഈത്തപ്പനയുടെ ഒരു ഭാഗം പിടിച്ച് അങ്ങനെ മയ്യത്തിനെ മറമാടാൻ വേണ്ടി കബറിന്റെ അരികിലെത്തി.
ആ കബറിലേക്കൊന്ന് ഇറങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കബറിന്റെ 4 ഭാഗവും കൈകൊണ്ട് പതുക്കങ്ങനെ തൊട്ടുന്ന. കബറിന്റെ 4 ഭാഗവും പതുക്കങ്ങനെ കൈകൊണ്ട് തൊട്ടിട്ട് ആ കബറിലെ 4 ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കബറേ ഇങ്ങിൻ്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതിട്ടോ, കബറേ ഇങ്ങിൻ്റെ ഉമ്മാനെ കരയിപ്പിക്കരുതിട്ടോ. എന്നിട്ട് മുകളിലേക്ക് കയറി ആ ഉമ്മാക്കുള്ള യാത്രയപ്പ് പ്രാർത്ഥന ചൊല്ലി ആ ഉമ്മാനെ 6 അടി മണ്ണിലേക്ക് വെച്ച് മണ്ണിട്ട് യാത്രയാക്കുമ്പം അറിയാതെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ ആ ഉമ്മാനെ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ താരാട്ടുപാടി ഉറക്കുന്നതിൻ്റെ മുൻപ് എന്നെ ഫാത്തിമ ഉമ്മ താരാട്ട് പാട്ടി ഉറക്കിയിട്ടുണ്ട്. അലിയെ പരിഗണിക്കുന്നതിൻ്റെ മുൻപേ ആ മടിയിൽ എൻ്റെ തല വെച്ച് ഫാത്തിമ ഉമ്മ എനിക്ക് കഥകൾ ചൊല്ലി തന്നിട്ടുണ്ട്. ആ ഉമ്മ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെയായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറയുമ്പം, നോക്കൂ മനുഷ്യരെ, നിങ്ങൾ ഒരു രക്തബന്ധവുമില്ല, എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിൻ്റെ ഒരു സ്ഥാനം, ബന്ധങ്ങളെ ഒരു മഹത്വം. അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹാനോട് റസൂലുള്ളാഹിക്ക് ഒരു പ്രത്യേക ചായ്വുണ്ട് എന്ന് ചില സഹാബാക്കൾക്ക് ഒരു പരാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചില സഹാബാക്കൾ ചോദിച്ചു, റസൂലേ ഭാര്യമാരോടൊക്കെ നിങ്ങൾ നീതി കാണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, ഒരു ഭാര്യമാരും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല, 9 ഭാര്യമാര് നിലവിലുണ്ട്, ഒരൊറ്റ ഭാര്യ പോലും താങ്കളെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ സഹാബാക്കളിൽപ്പെട്ട ചിലർക്കൊരു സംശയമുണ്ട് നബിയെ. റസൂലുള്ള ചോദിച്ചു, എന്തേ സഹാബത്തെ? അല്ല, ആയിഷ ബീവിനോട് താങ്കൾക്കൊരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ടോ എന്നൊരു സംശയം. എന്നിട്ട് സഹാബത്ത് ചോദിച്ചു, റസൂലെ കാരണം? ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ സൗന്ദര്യാന്ന്, വേറെ ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ ചെറുപ്പാണ് റളിയല്ലാഹു അൻഹാ. ഇത് രണ്ടും കേട്ടപ്പോൾ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു. റസൂല് പറഞ്ഞു, സഹാബത്തെ രണ്ടുമല്ല, രണ്ടും കാരണങ്ങളല്ല. ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. മക്കക്കാര് കരിങ്കല്ല് കൊണ്ട് എന്നെ എറിഞ്ഞോടിക്കുമ്പോ അന്ന് മക്കക്കാരുടെ കരിങ്കല്ലിന്റെ മുൻപിൽ നിന്നും എന്നെ കാത്ത ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ അവരെന്നെ പട്ടിണിക്കിട്ട് വെള്ളം തരാതെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഞാൻ വെപ്രാളപ്പെടുമ്പോ ആളറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു നേല് പോലെയുള്ള കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. ത്വായിഫിന്റെ മണലാരണ്യത്തിലൂടെ കരിങ്കല്ല് കൊണ്ട് ഏറ് കിട്ടി കണങ്കാലിൽ നിന്നും ചോര വാർന്ന് ഞാൻ കരയുമ്പോ എന്നെ വന്ന് ആശ്വസിപ്പിച്ചൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. അതാരാന്നറിയോ സഹാബത്തെ? നിന്റെ അബൂബക്കർ, നിന്റെ അബൂബക്കറിന്റെ മോള ആയിഷ. അതിനേക്കാൾ വലിയൊരു പദവിയും ആയിഷക്ക് ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ കരള് പോലെ എന്നോട് ചേർന്ന് നിന്നവനായിരുന്നു എൻ്റെ അബൂബക്കർ. ആ പരിഗണനയാ ഞാൻ ആയിഷക്ക് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ബന്ധങ്ങളെ സ്ഥാനം ഇന്ന് പലർക്കും അഹങ്കാര, നമ്മളൊക്കെ തികഞ്ഞു എന്നുള്ള തോന്നൽ അല്ലേ? അഹങ്കാരം പിശാചിൽ നിന്നാണെന്നും ഫസജദു ഇല്ലാ